ഹെൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വലിയവർക്ക് കോട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഇപ്പോഴത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് തുണി. സാധാരണ ഒരു കോട്ട് തയ്ക്കാൻ വലിയവർക്കാണെങ്കിൽ നമുക്ക് വീതിയുള്ള തുണിയാണെങ്കിൽ ഒരു 1:10 തുണി വേണം. 1:20 ഇറക്കത്തിനനുസരിച്ചാണ് തുണിയുടെ വ്യത്യാസം വരിക. അപ്പോൾ ഇതാണ് തുണിയുള്ളത്. ഇത് 1:10 ഉണ്ട്. ഇത് നല്ല വീതിയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. തുണി നമുക്ക് രണ്ടാക്കി മടക്കിയിടാം. തേജുവശം രണ്ടും കൂടെ ഒപ്പം വരുന്നതല്ല നമുക്ക് മടക്കിയിടാം. നമ്മൾ തുണി രണ്ടാക്കി മടക്കിയിട്ടു. തേജുവശം ഒപ്പം വരുന്നതല്ലേ, ഇതാണ് തേജുവശം. ഇതൊപ്പം വരുന്നതല്ല നമ്മൾ മടക്കിയിട്ടു. ഇനി നമുക്ക് ഈ തേജുവശം നമുക്ക് പടിയായിട്ട് മടക്കിയിടണം. അപ്പോൾ അത് ആദ്യം നമ്മൾ ഫ്രണ്ട് വശമാണ് കട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ നമുക്ക് ഇറക്കം ഒന്ന് കറക്റ്റ് ചെയ്യാം. തുണി രണ്ടും ഒപ്പം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇറക്കം ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ തുണി രണ്ടാക്കി മടക്കിയിട്ടു, അടിവശം കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ തേജുവശം പടിക്കായിട്ട്, മുന്നിലത്തെ പടിക്കായിട്ട് മടക്കണം. അപ്പോൾ നമ്മളൊരു 4 ഇഞ്ച് വീതിയിൽ ഈ പടയെ മടക്കിയിട്ടു. തേജുവശം രണ്ടും ഒപ്പം വെച്ചിട്ടാണ് നമ്മൾ പടി മടക്കിയിട്ടുള്ളത്. 4 ഇഞ്ച് വീതിയിൽ നമ്മൾ പടി മടക്കി. ഇനി നമുക്ക് ഈ അടിവശത്ത് 1.5 ഇഞ്ച് നമ്മൾ ഇറക്കത്തിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ ഇറക്കത്തിൻ്റെ കൂടെ അടയാളപ്പെടുത്തി. ഈ 1.5 അടയാളപ്പെടുത്തിയിടത്തുനിന്നാണ് ഇനി നമ്മൾ ഇറക്കം പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ട ഇറക്കം 24 ആണ്. അപ്പോൾ 24 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ ടോട്ടൽ നമുക്ക് 25.5 വന്നു. 24ഉം 1.5 25.5 അങ്ങനെ വന്നു. ഇനി നമ്മൾ കഴുത്തിറക്കമാണ്. പിള്ളേർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 3 ഇഞ്ച് 2.5 ഇഞ്ച് അത്രയും മതി. ഇത് വലിയവർക്കാകുമ്പോൾ 4 ഇഞ്ച് നമുക്ക് കഴുത്ത് ഇറക്കം അടയാളപ്പെടുത്തണം. അതായത് കോളറാണ് വരുന്നത്. കോട്ടിൻ്റെ കോളർ കോട്ടാണ്. അപ്പോൾ 4 ഇഞ്ച് ഇറക്കം നമ്മൾ ഫ്രണ്ട് കഴുത്തിനായിട്ട് അടയാളപ്പെടുത്തി. ഇനി അകലം നമ്മൾ 2.5 ഇഞ്ച്. അപ്പോൾ ഒരു വി ഷേപ്പിലാണ് നമ്മൾ കഴുത്ത് വരയ്ക്കുന്നത്. ഇതാ ഇങ്ങനെ നമ്മൾ ഒരു വി ഷേപ്പിലാണ് കഴുത്ത് വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവരുടെ ഷോൾഡർ വരുന്നത് 17 ഇഞ്ചാണ്. 17ൻ്റെ പകുതി 8.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 8.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തും. ഇനി ഇതിന് ഷോൾഡർ ഷോപ്പ് കൊടുക്കണം. അപ്പം നമ്മൾ 1 ഇഞ്ച് സ്ലോപ്പിനായിട്ട് അടയാളപ്പെടുത്തി. നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി, സ്ലോപ്പിനുള്ള 1 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ഈ സ്ലോപ്പിന് അടയാളപ്പെടുത്തിയിടത്തുനിന്നാണ് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തുന്നത്. ഇപ്പം നമ്മൾ കൈക്കുഴിയായിട്ട് 6 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇറക്കം വന്നത് 24, ഷോൾഡർ വന്നത് 17, കഴുത്തിറക്കം വന്നത് 4 ഇഞ്ച്. ഇങ്ങനെ ഇത്രയും അളവുകളാണ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് പറ്റേണ്ടത് വണ്ണം അവരുടെ ചെസ്റ്റ് വണ്ണം 37 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 കൂട്ടുന്നു 41 വന്നു. വേസ്റ്റ് വണ്ണം 36 വന്നു. ഹിപ്പ് വണ്ണം 41 വന്നു. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു. 36ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 40 കിട്ടുന്നു. 37ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 41 കിട്ടുന്നു. 41ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 45 കിട്ടുന്നു. ഇതിൻ്റെ 4 കാണണം. നമ്മൾ വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 37 ഒറിജിനൽ വണ്ണം. അതിൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 41 വന്നു. 41ൻ്റെ 4 എന്ന് പറയുന്നത് 10.4. 36ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 40 വന്നു. 10 ഇഞ്ച്. 41ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 45 വന്നു. 45ൻ്റെ 4 വന്ന് 11.4. ഇങ്ങനെയാണ് വണ്ണം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വണ്ണം 10.5 ചെസ്റ്റ് വണ്ണത്തിന് അടയാളപ്പെടുത്തണം. 10.5 നമ്മൾ ചെസ്റ്റ് വണ്ണത്തിന് അടയാളപ്പെടുത്തി. വേസ്റ്റ് വണ്ണത്തിന് 10 അടയാളപ്പെടുത്തണം. ഇനി നമുക്ക് ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ സ്ലിറ്റിനായിട്ട് അടയാളപ്പെടുത്തി.
ആ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ 11.25, അതായത് ഹിപ്പ് വണ്ണം 11.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് തയ്യൽ തുമ്പ് ഇത്രയാണ് നമുക്ക് കോട്ടിനായിട്ടുള്ള അളവുകൾ വരുന്നത്. ഇറക്കം പിടിച്ചു, ഇറക്കത്തിൻ്റെ കൂടെ 1.5 കൂട്ടി, വണ്ണത്തിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി 4 4 കൂട്ടി കിട്ടുന്ന ആ വണ്ണത്തിൻ്റെ കൂടെ 4 കണ്ടിട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇവിടെ 10.5, അതായത് 10.25, ഇവിടെ 10.25, ഇവിടെ 10, ഇവിടെ 11, 11.25. ഇങ്ങനെയാണ് വണ്ണം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൈക്കുഴി 6 കൊടുത്തിട്ടുള്ളത്, ഷോൾഡർ 8.5 കൊടുത്തു, കഴുത്ത് നമ്മൾ 4 കൊടുത്തു. ഇത്ര നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കഴുത്ത് നമ്മൾ കുഴിച്ചിടില്ല, കോളർ വെക്കുന്നുണ്ട്. ഒരു വി ഷേപ്പിലാണ് കിട്ടുന്നത്. വി അല്ല, ഒരു കുഴിയാത്തൊരു യു ഷേപ്പിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 2.5 ഇഞ്ച് മാറ്റിയിട്ട് നമുക്ക് കോളർ വെക്കാനുള്ള ഒരു സ്പേസ് അടയാളപ്പെടുക്കണം. നമുക്ക് നോച്ചിട്ട് വെക്കാം. ഇവിടം വരെയാണ് നമ്മൾ കോളർ അടയാളപ്പെടുത്തുള്ളൂ, അടിച്ചു പിടിപ്പിക്കുള്ളൂ. ഈ നോച്ചിട്ടെടുത്ത വരെയാണ് നമ്മൾ കോളർ അടിക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് വശം വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പുറകുവശമാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് തുണി 2 മടക്കിയിടാം. നമ്മൾ തുണി 2 മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പൺ ഉള്ള സൈഡ് ഇങ്ങോട്ടും, ഓപ്പൺ ഇല്ലാത്ത സൈഡ് ഇവിടെയാണ് വരുന്നത്. ഓപ്പൺ ഇല്ലാത്ത ഇവിടെ വരും. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രണ്ട് വശം എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യും. വണ്ണം എല്ലാം സെയിം തന്നെ. ഈ ഫ്രണ്ട് വശത്തേക്കാളും 1/2 ഇഞ്ച് നമ്മൾ കുറച്ചാണ് പുറകുവശത്തിന് ഇടുക. നമ്മൾ ഫ്രണ്ട് വശം എടുത്തിട്ട് പുറകുവശത്ത് വെച്ചിട്ടുണ്ട്. 1/2 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് വശം കൂടുതലാണ്, അതായത് പുറകുവശം നമ്മൾ 1/2 ഇഞ്ച് കുറച്ചാണ് ഇട്ടിട്ടുള്ളത് വണ്ണത്തിൽ. അപ്പോൾ ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് മുകൾ വശത്ത് നമുക്ക് കൂട്ടിയിടണം. ഈ ഫ്രണ്ട് വശത്തേക്കാളും 1.5 ഇഞ്ച് നമ്മൾ കൂട്ടിയിടണം. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടു. വണ്ണം എല്ലാം സെയിം തന്നെ, അതുപോലെ വെട്ടിയെടുത്താൽ മതി. നമുക്ക് ഈ കൈക്കുഴിയും കൂടെ വരച്ചിട്ട് നമുക്കിത് ഫ്രണ്ട് വശം എടുത്ത് മാറ്റാം. നമ്മൾ ഇത്രയും വരച്ചു. നമ്മൾ ഫ്രണ്ട് വശം കൈക്കുഴി കുഴിച്ചാണ് കട്ട് ചെയ്യുക, പുറകു വശം അത്രയും കുഴിച്ച് കട്ട് ചെയ്യില്ല. ഇത് ഫ്രണ്ട് എടുത്ത് മാറ്റാം. ഷോൾഡറിൻ്റെ അവിടെ സ്ലോപ്പ് കൊടുക്കണം 1 ഇഞ്ച്. ഇനി നമ്മൾ കഴുത്തിറക്കം 1.5 ഇഞ്ച് കൊടുക്കും. പുറകിൽ അകലം ഫ്രണ്ടിൽ കൊടുത്തത് തന്നെ 2.5 കൊടുക്കും. അതിന് ശേഷം നമുക്കത് വരച്ചെടുക്കാം. നമുക്ക് പുറകുവശത്തിൻ്റെ അളവ് കഴിഞ്ഞു. അതായത് നമ്മൾ ഇറക്കത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടുതൽ കൊടുത്തു ഫ്രണ്ട് വശത്തേക്കാളും. അത് നമുക്ക് പുറകുവശം ഇങ്ങനെ മുന്നേക്ക് മടങ്ങി വരേണ്ടതാണ്. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ വണ്ണത്തിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചാണ് കൊടുത്തത്. കാരണം ഫ്രണ്ട് വശം പടി മടങ്ങി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വേണം. അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് കുറച്ച് കൊടുത്തത്. പിന്നെ നമ്മൾ ഇവിടെ സ്ലോപ്പിനുള്ള 1 ഇഞ്ച് കൊടുത്തു. കഴുത്ത് നമ്മൾ 1 ഇഞ്ച് ഇറക്കം കൊടുത്തു, 1.5 ഇഞ്ച് ഇറക്കം കൊടുത്തു, 2.5 ഇഞ്ച് അകലം കൊടുത്തു. ഇത് നമ്മൾ വെട്ടിയെടുക്കാം. നമുക്ക് ഇനി ടക്കും കൂടെ നമുക്ക് അടയാളപ്പെടുത്തിയേക്കാം. പുറകിലൊരു ടക്ക് വരുന്നുണ്ട്. 11 ഇഞ്ച് ഇറക്കമാണ് നമ്മൾ ടക്കിന് ഇറക്കമായിട്ട് എടുക്കുന്നത്. വണ്ണം നമുക്ക് 37 വരുന്നുണ്ട്. 3.25 കൊടുക്കാം. ടക്കിൻ്റെ നീളം കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ്. മുകളിൽ നിന്നുള്ള ഇറക്കം കൊടുത്തത് 11 അതിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പൊക്കത്തിനനുസരിച്ച് ഇത് വ്യത്യാസം വരും. അകലം കൊടുക്കുന്നത് വണ്ണത്തിൻ്റെ 10/1. അതായത് നമുക്ക് ഏതാണോ ചെസ്റ്റ് വണ്ണം ഉള്ളത് അതിൻ്റെ 10/1 നമ്മൾ ടക്കിന് അകലം കൊടുക്കുന്നത്. ടക്കിൻ്റെ നീളം വരുന്നത് 6.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോളറിനുള്ളതും കൂടെ കീശയും കോളറിനുള്ളതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. കോട്ടിൻ്റെ ഫ്രണ്ട് വശവും പുറകുവശവും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കീശ, കോളറിൻ്റെ നീളം വരുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ 6.5 ഇഞ്ച്. 13 ഇഞ്ചാണ് ടോട്ടൽ നീളം വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി 6.5 ഇഞ്ച് അടയാളപ്പെട്ടു. അപ്പോൾ ഒരു 4 ഇഞ്ചും കൂടെ നമ്മൾ കൂടുതലെടുക്കും. നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 13 കിട്ടണം. അപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ചല്ല തയ്ക്കുന്നത്, ഇത് തന്നെയാണ് നമ്മൾ മടക്കി തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂടുതലിട്ടു. ഇനി വീതി വരുന്നത് നമുക്ക് 3 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത്. അത് നമുക്ക് 3.5 ഇഞ്ച് എടുക്കണം. ഇവിടെയും തയ്ച്ചോണം, ഇവിടെയും തയ്ച്ചോണം. അതുകൊണ്ട് നമ്മൾ 3.5 ഇഞ്ച് എടുക്കും. നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടിട്ടാണ്. കോളറിൻ്റെ നീളം 13 ആണ്. അത് നമ്മൾ 6.25 എടുത്തു. 6.5 ഇഞ്ച് കോളറിൻ്റെ നീളവും തയ്യൽ തുമ്പ് 4 ഇഞ്ചുമായിട്ട് നമ്മൾ 6.25 എടുത്തു. വീതി നമ്മൾ 3.5 ഇഞ്ച് എടുത്തു. നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 3 ആണ് കിട്ടേണ്ടത്. 3.5 ഇഞ്ച് എടുത്തു. അപ്പോൾ ഇത് കോളറിൻ്റെ അടിവശമാണെങ്കിൽ ഇത് മുകൾ വശമായിരിക്കും. അപ്പോൾ മുകൾ വശത്ത് നമ്മളൊരു 4 ഇഞ്ച് ചരിച്ചു കൊടുക്കും. അതുപോലെ ഇവിടെ ഒരു 4 ഇഞ്ച് നമ്മൾ ചരിച്ചു കൊടുക്കും ഇങ്ങോട്ട്, ഇവിടം വരെ. ഇതാണ് നമ്മുടെ കോളർ വന്നിട്ടുള്ളത്. ഇവിടെയും വേണേൽ ചരിച്ചു കൊടുക്കാം. അത് ഓരോ കോളറിൻ്റെ ഷേപ്പിനനുസരിച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് കോളർ കട്ട് ചെയ്ത് ഇതുപോലത്തെ ഒരെണ്ണോടെ വേണം. നമുക്ക് അടിച്ച് മുറിക്കേണ്ടതാണ്. നമ്മളിനി കീശയ്ക്കുള്ള തുണിയാണ് എടുക്കുന്നത്. നമ്മൾ 8 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളമായിട്ട് നമ്മളൊരു കഷ്ണം തുണി കട്ട് ചെയ്തെടുക്കും. ഇതുപോലത്തെ 2 എണ്ണം വേണം. നമ്മൾ കീശയ്ക്കുള്ള തുണി കട്ട് ചെയ്തു. ഇനി ഒരു കോളറും നമുക്ക് വേണം. സെയിമിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. നമ്മൾ കീശയ്ക്ക് ഷേപ്പ് കൊടുക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കോണാകൃതിയിൽ ഇങ്ങനെ വന്നിട്ടാണ്. സാധാ കീശയല്ല, ഇങ്ങനെ കോണാകൃതിയിൽ വന്നിട്ട് തയ്ക്കുന്ന കീശയാണ്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ വരും കീശ 2 സൈഡിൽ. നമുക്ക് തയ്ച്ചു തുടങ്ങാം. കോളർ വെട്ടി, കീശ വെട്ടി, ഫ്രണ്ടും പുറകും എല്ലാം വെട്ടി നമ്മൾ. ഇത്രയേ ഉള്ളൂ നമുക്ക് കോട്ടിനുള്ളത് കട്ട് ചെയ്യേണ്ടത്. നമുക്കിത് തയ്ച്ചു. നമുക്ക് കോട്ട് അടിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് കീശയാണ്. ആദ്യം നമുക്ക് ഇങ്ങനെ മടക്കി അടിക്കാം. അപ്പോൾ ഇത് ഒരേ സൈഡിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ തൊട്ട് തുടങ്ങി ഇവിടെ നിർത്തുവാണ്. എക്സ്ട്രാ പീസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് അടിക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ മടക്കി അടിക്കുന്നുള്ളൂ. ഇത് നമ്മൾ ഈ താഴത്തെ അറ്റമാണ് അടിച്ചു ചേർത്ത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ താഴത്തെ അറ്റം അടിച്ചു തുടങ്ങും. ഇല്ലെങ്കിൽ നമുക്ക് കീശ ഒരേ സൈഡിലേക്ക് വരും. പിന്നെ നമ്മൾ അഴിച്ചൊക്കെ അടിക്കേണ്ടി വരും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ അടിക്കുന്നത്. നമ്മളത് അടിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമുക്ക് പതിച്ചടിക്കാം.
നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കീശയുടെ പരുവത്തിൽ ആക്കിയെടുക്കണം. ഉള്ളിലേക്ക് അടിച്ചു. 5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി കൊടുക്കുന്നത്. ഇതിൻ്റെ അടിവശം നമ്മളിങ്ങനെ ചെറിയൊരു കോണ് പോലെ നമ്മൾ കീശ അടിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കീശ ഇങ്ങനെ തന്നെ അടിക്കും. നമ്മൾ കീശ രണ്ടും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ അടിക്കാം. നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കോളറിൻ്റെ നീളം 13 ഇഞ്ചാണുള്ളത്. ഇതിലൊരു കൊതയിട്ട് കൊടുക്കണം. ആ കൊതയിട്ടതിൻ്റെ ഇപ്പുറത്തേക്കുള്ളത് ഒരു സൈഡ് നമ്മളിങ്ങനെ ഒരെണ്ണം മാത്രം നമ്മൾ ഉള്ളിലേക്ക് സൈഡ് മടക്കി അടിക്കുന്നു, തുമ്പ് മടക്കി അടിക്കുന്നു. നമ്മൾ കൊതയിട്ടതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കും. ഇനി നമ്മൾ ടക്കാണ് ഇടുന്നത്. പുറകുവശത്ത് നമ്മൾ ടക്കിട്ട് കൊടുക്കുകയാണ്. രണ്ടാമത്തെ ടക്കിട്ട് കൊടുക്കാം. നമ്മൾ ടക്കിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് വശത്ത് കീശ വെച്ച് കൊടുക്കാം. രണ്ട് വശത്ത് മുകളിൽ നിന്നും താഴേക്ക് 17 ഇഞ്ച് അടയാളപ്പെടുത്തുക. അകലം 2.5 ഇഞ്ച്, 2.25 ഇഞ്ചോ 2.5 ഇഞ്ചോ അടയാളപ്പെടുത്തുക. ഇവിടെ കീശ വെച്ച് കൊടുക്കാം. നമ്മൾ കീശ വെക്കാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് കീശ വെക്കാം. അപ്പോൾ ഈ കോണുവശം ഈ സൈഡിലേക്ക് വരുന്ന പോലെയാണ് നമ്മൾ കീശ വെച്ച് കൊടുക്കുന്നത്. ഇത് ഉള്ളിലേക്ക് മടക്കും. നമുക്ക് അടിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് കീശ വരുന്നത്. ഒരു കീശ നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്.
ഇനിയിപ്പോൾ അടുത്ത വശത്ത് അതും അടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ 2 കീശ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി വയ്ക്കുക. നമ്മൾ ഷോൾഡർ കൂട്ടി വയ്പ്പിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് വശത്തെ ഒരു കഴുത്ത് വെട്ടിയതിൻ്റെ ഈ ഷേപ്പ്, അതായത് ഈ മടക്കി വെക്കുന്നതിൻ്റെ ഇപ്പുറത്തെ നമ്മൾ കൂട്ടിയടിക്കില്ല, ഇത് മാത്രമാണ് നമ്മൾ കൂട്ടിയടിക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ മടക്കി പിടിക്കുന്നതാണ് ഇത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഷോൾഡർ അടിക്കുന്നത്. കാരണം അത് നമ്മൾ കോളർ തയ്ക്കുമ്പോഴാണ് അത് അറ്റാച്ച് ചെയ്യുള്ളൂ, അതിന് മുന്നേ ചെയ്യില്ല. ഷോൾഡർ നമ്മൾ സാധാരണ അടിക്കുന്ന പോലെ അടിച്ചു. നമ്മൾ ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഷോൾഡർ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കോളർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ നടുക്ക് നമ്മൾ നോച്ചിട്ടിട്ടില്ല, അവിടെ ഇടാം. ഈ നോച്ചിട്ടെടുത്ത് കോളർ എടുത്ത് വെക്കും. നമ്മൾ കോളറയിൽ നോച്ചിട്ടിട്ടുണ്ട്. ഈ കോട്ടിൻ്റെ ബോഡി പീസെല്ലാം നോച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഒന്നിച്ച് വെക്കും. ഇത് നമ്മൾ ഈ മടക്കി അടിച്ചത് മുകളിൽ വരുന്നത്, നമ്മുടെ നേരെ വരുന്ന പോലെയാണ് വെക്കേണ്ടത്. മടക്കി അടിക്കാത്ത പീസാണ് നമ്മൾ ഈ ബോഡി പീസിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മളത് ഈ നമ്മളൊരു കോളറയിലൊരു നോച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതോടെ വരെ നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കും. അതിന് ശേഷം നമ്മൾ ആ ഇട്ടയിടം വരെയാണ് ഇവിടെ മടക്കി അടിച്ചിട്ടുള്ളത്. ഈ ഇപ്പുറത്തെ പീസയിൽ, അതായത് കോളറിൻ്റെ അതേ പീസയിൽ നമ്മൾ മടക്കി അടിച്ചിട്ടുള്ളതും ഈ ഇട്ടയിടം വരെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഒറ്റ പീസിലാണ് അടിച്ചിരുന്നത്. ഈ മടക്കി അടിച്ചത് സെപ്പറേറ്റ് നിർത്തിയിട്ട് നമ്മൾ ഒറ്റ പീസാണ് ബോഡി പീസിലേക്ക് വെച്ചത്. ഇത് നമ്മൾ ഇട്ടയിടത്ത് സൂചി കുത്തി നിർത്തി കഴിയുമ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെക്കും. ഈ കോളറിൻ്റെ 2 പീസും കൂടെ ഒന്നിച്ച് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഇങ്ങോട്ട് അടിക്കുന്നത്. പിന്നെ ചെയ്യുന്നത്, നമ്മൾ അടിക്കാതെ വിട്ടിരുന്ന ആ പീസില്ലേ, നമ്മൾ ഫ്രണ്ട് പീസ് മടക്കേണ്ടത്, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കും. ഇങ്ങനെ കോളറിങ് അടിച്ചിറക്കിയെടുക്കാം. അതിന് ശേഷം കാണിച്ചു തരാം. നമ്മളിങ്ങനെയാണ് അടിച്ചിട്ടുള്ളത്. ഇത്രയും നമ്മൾ ഒരു പീസിലാണ് അടിച്ചു വന്നിരുന്നത്. ഇത് അത് കഴിഞ്ഞപ്പോൾ ഈ ഇട്ടേണ്ട അവിടെ വന്നപ്പോൾ ഈ കോളറിൻ്റെ 2 പീസും കൂടെ നമ്മൾ ചേർത്തടിച്ചെടുത്തു. ഇനി നമ്മളിവിടെ ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ അടിക്കാതെ വിട്ടിരുന്ന ഒരു പീസുണ്ട്, ഷോൾഡർ കൂട്ടി അടിക്കാതെ. അപ്പോൾ ഇത് ഈ കോളർ അടിച്ചത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ അടിച്ചെടുക്കും. നമ്മളത് അടിച്ചെടുത്തു. ഇനി അപ്പുറം വശം അങ്ങനെ തന്നെ വന്നാണ്ടോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കോളറകത്ത് പോയി അതിൻ്റെ മുകളിൽ ഈ ചെറിയ പീസ് വന്നു, അതിൻ്റെ അടിയിൽ ബോഡി പീസ്, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് അപ്പുറം വശം അടിച്ചെടുക്കണം. നമ്മൾ ഇപ്പുറത്തോട്ട് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒറ്റ പീസിലാണ് അടിക്കുന്നത്. കോളറേന്ന് ഒറ്റ പീസിലാണ് നമ്മൾ അടിക്കുന്നത്. എന്താ ഇതിങ്ങനെ മാറ്റി പിടിച്ചു നമ്മൾ പതിച്ചടിച്ച്, അതായത് മടക്കി അടിച്ച സ്ഥലം. എന്നിട്ട് ഈ ഒറ്റ പീസിലാണ് നമ്മളിങ്ങനെ ബോഡി പീസിലേക്ക് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കോളറിൻ്റെ ഈ പീസിൽ നമ്മളൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇത് നമ്മൾ ഇട്ട് കൊടുത്തതാണ്. അവിടം വരെ നമ്മൾ ഒറ്റയായിട്ട് അടിക്കുകയുള്ളൂ. ഇവിടെ ഈ ഇട്ട് അവിടം വരെ നമ്മൾ ഒറ്റയായിട്ട് അടിച്ചു. അവിടെ സൂചി കുത്തി നിർത്തി. അതിനുശേഷം ഈ കോളറിൻ്റെ 2 പീസും കൂടെ നമ്മൾ വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ ഷേപ്പിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ അടിച്ചു. കോളർ അവിടം വരെ അടിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇത് നമ്മൾ ഈ ഷോൾഡർ അടിച്ചപ്പോൾ അടിക്കാത്ത ആ പീസ് ചേർത്ത് ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് അടിക്കും. അപ്പോൾ ഇത് കോളറിൻ്റെ ഈ തലത്തും പൊളിപ്പിച്ച് നമ്മൾ അടിക്കുകയാണ്.
അതിനുവേണ്ടിയാണ് നമ്മൾ ആ വാല് പോലെ നിന്ന സ്ഥലം അടിക്കാതെ വിട്ടിരുന്നത്, ഷോൾഡർ കൂട്ടി അടിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇവിടെ ഒരു യു ഷേപ്പ് വരുന്നതുകൊണ്ട് വളഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, പിരിഞ്ഞ് വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ കട്ട് കൊടുക്കുന്നത്. നമുക്കിത് മറച്ചെടുക്കാം. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. കോളറും ഇത്ര സ്പേസ് നമുക്ക് മടക്കി വെക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിനി ഈ കോളർ തിരിച്ചിട്ട് നമ്മൾ ഉൾവശം ഇട്ടു, കോട്ടിൻ്റെ ഉൾവശം ഇട്ടു. അതിനുശേഷം നമ്മൾ താഴേന്ന് അടിച്ചു തുടങ്ങണം. നമ്മൾ 4 ഇഞ്ച് മടക്കി വെച്ച് ആ പീസാണിത്, പടി. ഇത് നമ്മൾ താഴേന്ന് തൊട്ട് അടിച്ചു വരുവാണ്. ഒരു പ്രഷർ പോട്ട് വീതിയിൽ നമ്മൾ കോളറിൻ്റെ അവിടം വരെയാണ് പ്രഷർ പോട്ട് വീതിയിൽ അടിക്കുക. കോളർ തീരുന്നിടത്ത് നമ്മൾ ഇതിന് ചേർത്തടിക്കാൻ പോവാണ്. ഇങ്ങോട്ട് അടിച്ചിട്ട് നമ്മൾ കോളറിന് ചേർത്തടിക്കും. അപ്പോൾ നമ്മളിവിടെ ഈ ഷോൾഡറാണിത്. ഇവിടെ നമ്മൾ ആ ചെറിയ പീസ് അടിച്ചത്, അതിൻ്റെ ഇപ്പുറത്തേക്ക് നമുക്ക് തയ്യൽത്തുമ്പ് കാണുന്നുണ്ട് ഇത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ കട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് മറിക്കണം. ഇവിടെ നമുക്ക് കട്ടിങ് കൊടുക്കാം. അപ്പം ഈ തയ്യൽത്തുമ്പ് ഈ പീസിൻ്റെ അടി പോയോണ്ട് കാണില്ല. അപ്പോൾ ഈ തയ്യൽത്തുമ്പ് നമുക്ക് ഇങ്ങോട്ട് മറിക്കണം, എന്നിട്ട് ഇതിങ്ങനെ അടിക്കണം. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ അങ്ങനെ തന്നെ, ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുക, ഒരു കട്ട് കൊടുക്കുക, എന്നിട്ട് ആ തയ്യൽത്തുമ്പിനെ ഉള്ളിലേക്ക് മറിക്കുക. ഇത് ഉള്ളിലേക്ക് മറിക്കുക. അങ്ങനെ വൃത്തിയായി ഇവിടെ വന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഈ കോളറിൻ്റെ ഇവിടം വരെ, ഇത് കോളറാണ്, ഇവിടം വരെ നമ്മൾ ചേർത്തടിക്കും. അതിന് ശേഷം ഒരു പ്രഷർ പോട്ട് വീതിയിലാണ് മാറ്റിയടിക്കുക. അപ്പോൾ കോളറിൻ്റെ അവിടെ നിന്നു ഇനി നമ്മൾ ഇതൊരു പ്രഷർ പോട്ട് വീതിയിലേക്ക് അടിക്കാൻ വേണ്ടി മാറ്റുവാണ്. ഇത് താഴേക്ക്, ആ 4 ഇഞ്ച് പടിയാണിത്, അത് താഴേക്ക് അടിക്കുന്നത്. അവിടെ നമ്മളൊരു പ്രഷർ പോട്ട് വീതിയിലാണ് അടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അടിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചെറിയ പീസിനെ ഈ ഷോൾഡർ പീസായിട്ട് കൂട്ടി വയ്ക്കണം. അതായത് ഈ ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നത് നമ്മൾ ആദ്യം അടിക്കാതെ വിട്ട് ആ പീസിനെ നമ്മൾ ഷോൾഡർ പീസുമായിട്ട് കൂട്ടി വയ്ക്കും. അത് നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇവിടെ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്തു. ഇപ്പുറത്തും അങ്ങനെ തന്നെ ഇത് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ചെറിയ പീസ് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്തു. അതായത് ഈ പടി വന്ന ആ പീസ് അത് നമ്മൾ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് കൈക്കുഴിയാണ് മടക്കി അടിക്കേണ്ടത്. അത് വെറുതെ നമ്മൾ മടക്കി അടിക്കുന്നുള്ളൂ, നമ്മൾ പീസൊന്നും വെക്കുന്നില്ല. മണ്ണ് അടയാളപ്പെടുത്തുന്നു. മുകൾ വശത്ത് ചെസ്റ്റിന് 10.25, വേസ്റ്റിന് 10, സ്ലിറ്റിൻ്റെ അവിടെ 11.25. അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അപ്പുറ വശത്ത് അതുപോലെ അടയാളപ്പെടുത്തും. കൈക്കുഴി വെറുതെ മടക്കി അടിക്കാം. പീസ് വെച്ച് വേണേലും അടിക്കാം, നമ്മളിപ്പം വെറുതെ മടക്കി അടിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഒന്നോടെ ഇപ്പുറത്തോടെ അടിക്കാം. രണ്ടടിപ്പടി നമുക്ക് സൈഡ് അടിക്കാം. നമ്മൾ കൈ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് വണ്ണം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു,
അവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ വരെ നമുക്ക് അടിച്ചാൽ മതി. ഇപ്പുറത്തെ സൈഡും അടിക്കാം. നമ്മൾ വണ്ണം അടിച്ചു കഴിഞ്ഞ് നമുക്ക് സ്ലിറ്റും അടിച്ച് അടിവശവും മടക്കി അടിക്കാം. നമ്മൾ സ്ലിറ്റാണ് അടിക്കുന്നത്. ഇങ്ങോട്ട് പോകണം. പിന്നെ നമ്മുടെ കോട്ടിൻ്റെ അടിഭാഗമെല്ലാം സ്ലിറ്റെല്ലാം ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബട്ടൺസും കൂടെ വെച്ചിട്ട് കാണിക്കാം. നമ്മുടെ ഓവർകോട്ട്, നമ്മുടെ കോളർ കോട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. കീശയെല്ലാം നല്ല ഭംഗിയായി തയ്ച്ചിട്ടുണ്ട്. നമ്മൾ സ്ലിറ്റെല്ലാം കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കോട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്